നമ്മളെ ചില നേതാക്കന്മാർ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാവും. പക്ഷെ ഞാനാ മൈൻഡാക്കൂല. നമ്മൾ CI അലിയാർ, SI ചന്ദ്രൻ, ഇവരെ കയ്യിൽ നിന്ന് ഈ കേസ് പുറത്തേക്ക് പോയാൽ നമുക്ക് ദോഷം ചെയ്യും. എത്രയും പെട്ടെന്നൊരു പ്രതിനെ ഹാജരാക്കണം എന്ന് അവർ പറയുന്നു. കുഴപ്പമില്ല സാറല്ല, ഞാൻ പോ റെഡി വന്ന്. എനിക്കെന്താ പ്രാന്ത? ഏടിയോ കിടന്നൊരു പെണ്ണിനെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നീ കളിക്കാൻ നിൽക്കുക? ഞാൻ ഫ്രീ ആണേ. അതൊന്നും ഉണ്ടല്ലോ സാട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അധിക പ്രശ്നമായിട്ട് തോന്നട്ടെ. ഇവിടെ ഞാൻ ഒഴിച്ച് ഇവരൊക്കെ അകത്ത് കിടന്നുണ്ട്. ഇവർ കണ്ണൂർ ജയിലിലെ അനുഭവങ്ങളൊക്കെ തള്ളുമ്പോൾ ഞാൻ ഒന്നും ഒരു മറ്റോനെ തൊള്ളലേക്ക് കുത്തിരിക്കലാണ് പതിവ്. അതുകൊണ്ട് ഇപ്രാവശ്യമല്ല എനിക്കൊരു ചാൻസ് താ. ഞാൻ പോകും. സാധാരണ നിങ്ങൾ ഓൻ പറയുന്ന കാര്യമൊക്കെ ഓൻ ഫിറ്റാന്ന്. നീ പള്ളേ കിടക്കുന്ന 3 എണ്ണത്തിൻ്റെ നേരത്ത് പറയുന്ന പൂതി കൊണ്ട് പറയുന്ന സാധേട്ടാ, പ്ലീസ് ഞാൻ പോവാം. അപ്പൊ ചേച്ചിമാരും വേറെ ആരുമില്ല, ഒറ്റമോളാ? നിങ്ങൾ 2 റൗണ്ട് കൂടെ കളിച്ചിട്ട് പോയാൽ മതി. മോള് ഉഷാറല്ലേ? ഒരു പേടിയും വേണ്ടാട്ടാ. മണിയേച്ചിയെ, സുമേഷ് എൻ്റെ ഒപ്പം ഒരു വഴിക്ക് വരിക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുമ്പ് വരൂ. ശ്രദ്ധിക്കുന്നു സാധേട്ടാ, അടുത്ത് പറ, ഞാനും വരട്ടെ. വേണ്ട, ആ ഞങ്ങളങ്ങ് പോരും. പോലീസുകാരെ പോരും. നീ ചെറുതായിട്ടൊന്നും ഓടാൻ നോക്കിക്കോ, ഓവറാക്കണ്ട. ഓക്കെ. ഒരു CIൻ്റെ ആഫീസിലേക്ക് അവിടുന്ന് കൊണ്ടുപോകുക. അവിടെ വെച്ച് കോടതി പൊളിഞ്ഞു പോകുന്നൊരു FIR ഉണ്ടാക്കുള്ളൂ. പേടിക്കൊന്നും വേണ്ട. എനിക്ക് പേടിയൊന്നുമില്ല സാധേട്ടാ. അല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ ഞാനങ്ങ് ചെയ്യാന്നല്ല. ഓ, നാളെ വക്കീലായിട്ട് കാണാം. ചായൻ്റെ പൈസ ഞാൻ കൊടുക്കുക. ജയാ, ഓ 20 20. അങ്ങനെയൊക്കെ. ആ. നീ എന്ത് നോക്കി കുത്തിയിരിക്കുക ഷാനുയുടെ? ആ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലേ, നീ ചെല്ല്. കുറച്ച് കഴിട്ടാൻ വിളിച്ചേ. ഒന്ന് തരാണ്ടിക്കൂല. നിക്കിനെ എവിടെ എന്താ കാര്യം? ചെല്ലടാ, ഓളും വല്ലാത്തൊരവസ്ഥയിലല്ലേ. നിങ്ങളുടെ പരിപാടി എന്താ? പുറേ പോകുന്നുണ്ടാ? ഇല്ലെങ്കിൽ ഈടെ എടെങ്കിലുമൊക്കെ കിടന്നോളി. പുല്ലായിട്ട് ഒരെണ്ണം കോലായിലേക്ക് എടുത്തിട്ടോളി. ഞങ്ങൾ സമയമാകുമ്പോൾ കിടന്നോളാം. ആടെ പോലീസ് സ്റ്റേഷനിൽ ഓന് കിടക്കാൻ പായൊക്കെ കൊടുക്കുവോ? വിചാരിക്കണം.
ഞാൻ പായം വിരിയും പുറത്തേക്ക് വെക്കാം. ആ കല്യാണത്തിന് നല്ല സൂപ്പർ ഫുഡ് ഉണ്ടായി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ട് വിട്ടിട്ട് ഉടനെ പോന്നാ. ചിക്കൻ എങ്ങനെയുണ്ട്? മോശമല്ലപ്പാ. നിങ്ങൾ കഴിച്ചാ? ഇല്ല, ഇൻ്റെത് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ടൈം എടുക്കും കേട്ടോ. ഭക്ഷണം നല്ലോണം ചവച്ചരച്ച് കഴിച്ചാൽ തടിമ പിടിക്കും. ഓ, അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നതിൽ പേര് ചേർക്കാൻ പറ്റുന്ന ഒരുത്തിനെ പറ. പ്രതിയാക്കാനല്ല, സാക്ഷിക്കാം. അമ്മാര് പരിപാടിയൊന്നും വേണ്ട സാറേ. മീൻ പിടിക്കാൻ പോയ സ്ഥലത്തുണ്ടായ കച്ചറ പ്രാണരക്ഷാർത്ഥം കൊല. അതിനപ്പുറത്തുള്ളൊരു കളിയില്ല. സാധാരണ പറഞ്ഞല്ലേ, പിന്നെന്താ നിങ്ങൾ പോയി പൊട്ടം കളിക്കുന്നത്? ഞാനത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കുഴപ്പമെന്താ വെച്ചാല് ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ബോധമുള്ള ഏത് മജിസ്ട്രേറ്റിനും കാര്യം കത്തും. നിങ്ങൾ ഈ പോലീസുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ, നമ്മൊന്ന് ചെറുതായിട്ട് താന്ന ഉടനെ തലമ കയറുന്നു. താഴ്ന്ന പതുക്കെ ശരിയാക്ക്, ഞാൻ കോട്ടേഴ്സിലുണ്ടാവും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ വിശ്വസിച്ചോളണമെന്നില്ല. സത്യത്തേക്ക് അനങ്ങനെ കൊല്ലണമെന്നൊരു പ്ലാനേ ഞാൻ കൊണ്ടായിരുന്നില്ല. പിന്നെന്താ, ഓനായിരുന്നു വാങ്ങി. ശരിക്കും കുത്തിയത് ഷാനു അല്ലേ? സാറ് വല്ലാണ്ട് പോലീസ് അടിക്കാൻ നിൽക്കല്ലേ. ഷാനു വേറെ ആരും കിട്ടിയില്ല. ഓനന്ന് ഈ നാട്ടിൽ തന്നെ ഇല്ല. ഒന്നാമതായിട്ട് ഈ പറയുന്ന ചപ്പളാച്ചി അല്ലാണ്ട് ഓനി കൊത്തും കച്ചറൊക്കെ പറഞ്ഞ പേടിയാണ്. കേറ്റിക്കോ, പൊറോട്ട കേറ്റിക്കോ. ഷാനു ഹലോ, ഈടാ ഫസ്റ്റ് നൈറ്റ് ആണേ. മുല്ലപ്പൂ ഇല്ലെങ്കിലും പാലൊക്കെ ഉണ്ട്. ഈ എന്താ ആകെ മൊത്തം ചാർജ് ഡൗൺ ആയിരിക്കുന്നേ? അങ്ങനെ തോന്നിയ ആ, എൻ്റെ തോന്നലാണോ? എന്നാ പോട്ടെ. അല്ലപ്പാ, ഉള്ളതാ. സുബേഷിനെ കൊണ്ടുപോയില്ലേ, അതിൻ്റെ അത് കഴിഞ്ഞ പിന്നെ അമ്മിണി ചേച്ചി ആകെ ഡെസ്പാ. ആ സദാട്ടങ്ങളെ ഗോഡ് ഫാദറാ. ആള് പക്കയാണ്, എന്നാലും എന്തോ എനിക്ക് നിന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഭയങ്കര മിസ്റ്ററി ആയിട്ടാ തോന്നുന്നേ. അങ്ങനെയൊന്നുമില്ലപ്പാ. ഈ രക്തബന്ധം ഒന്ന് കേട്ടിട്ടുണ്ടോ? അതിപ്പാരാ കേക്കാത്ത? അതുവരെ ഈ രക്തബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലഡുമായിട്ടുള്ള ബന്ധമാണ്. പക്കാ ബ്ലഡ് റിലേഷൻ. എനിക്ക് വരുന്ന മാപ്പിളാരൊക്കെ സൈക്കോ ആണല്ലോ പഠിച്ചോനെ. ഞാൻ സൈക്കോയും കൈക്കോ എന്നല്ല. നീ വാ കിടക്കും. അതെ, എനിക്കൊരു ഫ്ലാഷ് ബാക്കിലുള്ള മൂടുണ്ടാ. പിന്നെന്താ? എൻ്റെ കുടുംബത്തിനെ കുറിച്ച് ആടെ ഇടയും തൊല്ലാതെ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മൊത്തമായിട്ട് എന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നല്ല, ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വാപ്പ ഒരു പാർട്ടിക്കാരനൊന്നും അല്ലേലും പാവ ഒരു കച്ചവടക്കാരൻ. ഉമ്മ പിന്നെ അറിയാലോ, എല്ലാ വീട്ടിലെയും പോലെ അടുക്കള, കറിക്കലം, നിസ്കാരപ്പടം, അങ്ങനൊരു ടിപ്പിക്കൽ ഉമ്മ. പിന്നെ ദസ്ബിയിലെ മുത്തോണിയോള് പോലെ ഒന്നിനു പുറകെ ഒന്നെന്ന് 3 പെങ്ങന്മാർ. അതിലേറ്റവും ഇളയതിനു ഞാൻ. 3 പെങ്ങന്മാർക്ക് ശേഷം കണ്ട ആൺകാലായതുകൊണ്ടായിരിക്കണം ഓനെ നന്നായിട്ട് പോറ്റണമെന്ന് പറഞ്ഞ് വെല്ലുപ്പ നിലമ്പൂർക്ക് വിട്ടു. വെല്ലുപ്പാന്ന് പറഞ്ഞാൽ ഉമ്മാടെ ഉപ്പ. ആടെ നിന്ന് ഞാൻ ദർസി പഠിക്കുമ്പോഴാണ് വെല്ലുപ്പ മരിക്കുന്നത്. മരണം അറിഞ്ഞ് ഉമ്മാനെയും പെങ്ങന്മാരെയും കൂട്ടിക്കെട്ടി ഉപ്പ നിലമ്പൂർക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ബാലമാഷ് പറഞ്ഞു. ബാലമാഷ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈടെ പേര് കേട്ടാൽ നെട്ടുന്ന നേതാവാണ്. പക്ഷെ വാപ്പാനെ ഭയങ്കര കാര്യമാണ്. നീ ഈ കുഞ്ഞു മക്കളെയും കൊണ്ട് വണ്ടിയൊക്കെ മാറി കയറിയിട്ട് എപ്പോൾ എത്താനാ നിലമ്പൂര്? നീ ഒരു കാര്യം ചെയ്, എൻ്റെ കാറെടുത്ത് പോടും. എതിർ പാർട്ടിക്കാരുടെ കൈപ്പാങ്ങനെ ഒത്തുകിട്ടാത്തതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരാ ഇവിടുത്തെ പല പാർട്ടിക്കാരും. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മാറി ഓരുടെ കൈക്ക് ബാലമാഷിനെ ഒത്തു കിട്ടിയെന്ന് ഒരു കരുതി. പക്ഷെ കിട്ടിയത് ബാലമാഷിനല്ല, ബാലമാഷിന്റെ കാറിന്. പിന്നെ കാറൻ മാക്സ് ആരാന്ന് പോലും അറിയാത്ത മാടായിക്കാരൻ ഹമീദിനെയും ഓന്റെ പെണ്ണിനെയും 3 കുഞ്ഞു പിള്ളേരെയും.
പോയി ഇഷ്ട കുടുംബം. ഉമ്മ വീട്ടിൽ പെട്ടെന്ന് ആളും തരക്കാരും കണ്ടതിൻ്റെ അർമാസിലായിരുന്നു ഞാൻ. പയ്യന്നൂര് തന്നെ കൂട്ടാൻ ബാലമാഷ അടക്കമുള്ള സാക്കിലെത്തി. ആ കൂട്ടത്തിൽ നല്ല ഉറച്ച ശബ്ദവും മുഖമുള്ള ഒരാളുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ ഗോഡ് ഫാദർ സദാട്ടൻ. നമുക്ക് പോണ്ടേ കണ്ണൂർക്ക്? സദാട്ടൻ്റെ തൊഴിലിരുന്ന് ഞാനിവിടെ എത്തുന്നു. അത്ര ഉയരത്തിയിരുന്ന് ആദ്യമായിട്ടാണ് ഞാൻ ലോകം കാണുന്നത്. അന്ന് എനിക്ക് തോന്നിയില്ല. നിറയെ ആളേനും ഇവിടെ മൊത്തം. അതിൻ്റെ ഇടയിലോട്ട് ഒഴുകി നീങ്ങുന്ന 5 സന്തൂക്കുകൾ. കുഞ്ഞേ, ആ കൊണ്ടുവന്ന മയ്യത്തുകൾ ആരുതാന്ന് നിനക്കറിയോ? എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും കുഞ്ഞന്മാരെയും ചില നായിൻ്റെ മക്കൾ കൊന്ന് ഓരോ മയ്യത്താ കൊണ്ടുവന്നു. എന്നെ നിലമ്പൂർക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു ഉമ്മ വീട്ടുകാർക്ക്. മോനെ ഞമ്മക്ക് പോണ്ടേ? ഓന് ഈടത്തെ കുട്ടിയാണ്. ഓൻ്റെ ഇളയപ്പന്മാരും നമ്മയൊക്കെ ഈടയിലുള്ളത്. ഓന് ഈട നിൽക്കും. ഈ ചെന്നായ വളർത്തിയ കുട്ടി എന്നുള്ള സിനിമ പേര് കേട്ടില്ല? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ കുട്ടിയാണ് ദീപു യാപ്പള. ചന്തു സാറേ, എൻ്റെ ഒരു ഡൗട്ടാന്നേ, നിങ്ങൾക്ക് ഈ കൊത്തിൻ്റെ സ്റ്റൈൽ കണ്ട ആരാ കൊത്തിയെന്ന് മനസ്സിലാവുന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതാണ് സംഭവം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എനിക്കൊക്കെ കുത്തിന്റെ സ്റ്റൈല് മാറ്റാൻ. നിങ്ങളെ നാടും ഉണ്ടായിരിക്കും. ഞാള് നമ്മളെ സംസാരം കേട്ടോ പറയാൻ സാർ. ഞാളെ ഒത്ത് ഓരോ ഒത്തും നമ്മൾ എന്ത് വ്യത്യാസം? മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏടക്കൊത്തിയാൽ ആളെ തീർക്കാം, ഏടക്കൊത്തിയാൽ കിടപ്പിലാക്കാമെന്ന് ഓരിക്ക് കൃത്യമായിട്ടറിയാം. ഓര് പഠിച്ച് ചെയ്യുന്നത് കൊണ്ട് ആവശ്യത്തിനെ കൊത്തു. നീയൊക്കെ അറിഞ്ഞം പറഞ്ഞ കൊത്തി ചീത്തപ്പേരുണ്ടാക്കും.